ജനതാദൾ എസ് പിളർന്നു. ദേശീയ നേതൃത്വവുമായി ബന്ധം വിച്ഛേദിച്ചു നിന്നിരുന്ന കേരള ഘടകം പുതിയ പാർട്ടി രൂപീകരിച്ചു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത് ഔദ്യോഗികമായി തന്നെ നമുക്കിനി പറയാമെന്ന് തോന്നുന്നു. വിശദാംശങ്ങൾ. അനുജ, കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തെ ജനതാദൾ എസിൻ്റെ ഘടക നേതാക്കൾ ഒരു പാർട്ടിയില്ലാതെ അനാഥമായ അവസ്ഥയിലായിരുന്നു. HD ദേവഗൌഡ ദേശീയ അധ്യക്ഷനായ ജനതാദൾ എസ് കർണാടക തിരഞ്ഞെടുപ്പ് തൊട്ടാണ് ഈ NDA സഖ്യമായി സഹകരിച്ചു തുടങ്ങിയത്. അതേ തുടർന്ന് ദേശീയ നേതൃത്വവുമായി എല്ലാ ബന്ധവും വിച്ഛേദിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ പുതിയ പാർട്ടി രൂപീകരിക്കാത്ത എന്താണെന്ന ചോദ്യം നിരന്തരം ഉയർന്നിട്ടും ജനതാദൾ എസ് സംസ്ഥാനത്തെ ഘടക നേതാക്കൾ മിണ്ടാതിരിക്കുകയായിരുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഇതുവരെ പുതിയ പാർട്ടി രൂപീകരിക്കാതിരുന്നത്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതോടെ പുതിയ പാർട്ടി രൂപീകരിക്കാതെ ഇനി നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. ജനതാ പാർട്ടി പിളർന്ന് ഒരു നൂറോളം ജനതാ പാർട്ടികൾ രാജ്യത്താകെയുണ്ട്. അതിൻ്റെ കൂടെയാണ് ഒരു ജനതാ പരിവാറിലേക്ക് ഒരു പുതിയ പാർട്ടി കൂടി വരുന്നത്. എന്തായാലും പാർട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. നവംബർ 2-ന് എറണാകുളത്ത് വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. 2 MLA-മാർ ഇപ്പോൾ ഈ പാർട്ടിയുടെ ഭാഗമായി ഉണ്ട്. എന്നാൽ അവരിപ്പോൾ അംഗത്വം എടുക്കുമോ എന്ന കാര്യത്തിലേക്ക് ഇനി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പെട്ടെന്ന് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയാൽ എന്തെങ്കിലും മറ്റ് ഭവിഷ്യത്തിലുണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. എന്തായാലും എറണാകുളത്താണ് പ്രഖ്യാപനം. അതോടുകൂടി മാത്യു തോമസും കെ കൃഷ്ണൻകുട്ടിയും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടിയുടെ ഭാഗമായി കേരളത്തിൽ മാറും. ഇതിപ്പോൾ ഇതിന്റെ ഭാരവാഹികൾ ആരാണ്? അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാറായിട്ടുണ്ടോ ശ്രീജിത്ത്? ഇനി മത്സരിക്കുന്നില്ല എന്ന് ജനതാദളിൻ്റെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇനി മത്സരിക്കാനില്ല, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുകൊണ്ട് മത്സരിക്കുന്നില്ല, പാർലമെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കെ കൃഷ്ണൻകുട്ടി തന്നെ സംസ്ഥാന അധ്യക്ഷനായിക്കൊണ്ട് പുതിയ പാർട്ടി വരാനാണ് സാധ്യത. അപ്പോൾ കൂറുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ അയോഗ്യതയുടെ പ്രശ്നം എന്തെങ്കിലും തരത്തിൽ അത്തരം നിയമപരമായ ഭവിഷ്യത്തുകളുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിക്കാനില്ലാത്തടത്തോളം അദ്ദേഹത്തെ അത് രാഷ്ട്രീയമായി ബാധിക്കുന്ന വിഷയമല്ല. എന്നാൽ മാത്യു തോമസ് വീണ്ടും തിരുവല്ലയിൽ ജനവിധി തേടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒഴിയും. നിലവിൽ ജനതാദൾ എസ് കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് തിരുവല്ല MLA ആയ മാത്യു തോമസ് ആണ്. അതാണിപ്പോൾ ഇതെന്താണ് ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകുന്ന തരത്തിലേക്കൊന്നും നമുക്കിതിനെ കാണേണ്ടതില്ലല്ലോ അല്ലേ? ഈ പുതിയ പാർട്ടി രൂപീകരണം, പിളർപ്പ് എന്നുള്ളതൊന്നും. അനുജ, ഈ പിളർപ്പ് നേരത്തെ തന്നെ ഏതാണ്ട് സംഭവിക്കാനിരുന്നതാണ്. എന്നാൽ ഔദ്യോഗികമായ ഒരു പാർട്ടി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് പിളർപ്പ് പൂർത്തിയായെന്ന് സാങ്കേതികമായി പറയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ജനതാദൾ എസിൻ്റെ ദേശീയ നേതൃത്വവുമായി ബന്ധം വിച്ഛേദിച്ചെങ്കിലും സാങ്കേതികമായി ഇതുവരെയും ഈ പാർട്ടി പ്രഖ്യാപനം വരുന്നതുവരെയും കേരളത്തിലെ MLA-മാരായ കെ കൃഷ്ണൻകുട്ടിയും ഒപ്പം തന്നെ മാത്യു തോമസും എല്ലാം ദേവഗൌഡ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ BJP പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് കേരളത്തിലെ LDF-ന്റെ ഭാഗമായി ഇരിക്കുക എന്ന ചോദ്യമാണ് ഇവർക്കെതിരെ നിരന്തരം ഉയർന്നത്. ആ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം കൊടുക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. കാരണം ദേശീയ നേതൃത്വത്തിൻ്റെ വിപ്പനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നോട്ടീസ് അനുസരിച്ചാണ് ചിഹ്നം അടക്കം അനുവദിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് അതിൽ നിന്ന് മാറിയൊരു തീരുമാനമെടുത്താൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ദേവഗൌഡ തുടങ്ങിയാൽ അത് കുഴപ്പത്തിലാകുമെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പുതിയ പാർട്ടി പ്രഖ്യാപിക്കാതിരുന്നത്. എന്നാൽ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമായിരുന്നു. പാർട്ടിയുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. പാർട്ടിക്ക് ചിഹ്നം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ജനതാദളിൻ്റെ ചക്രം ചിഹ്നത്തിന് വേണ്ടിയാണ് ജനതാദളിൻ്റെ പുതിയ പാർട്ടിയായ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ശ്രമിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ദേശീയ നേതൃത്വത്തിന്റെ പ്രതികരണം എന്നൊക്കെയുള്ള നമ്മളിനി അതിനൊക്കെ പ്രസക്തി എന്താണ് ശ്രീജിത്ത്? ജനതാദൾ എസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ ഇപ്പോൾ ബാക്കിയുള്ളത് ദേവഗൌഡയും അദ്ദേഹത്തിൻ്റെ മകൻ SD കുമാരസ്വാമി അടക്കമുള്ളവരാണ്. അവരെല്ലാം BJP സഖ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. പിന്നീട് ഉണ്ടായിരുന്നത് ഡാനിഷ് അലി കുൻവർ ആയിരുന്നു അവിടെ. എന്നാൽ ഡാനിഷ് അലിയും ഇപ്പോൾ ദേവഗൌഡയുമായി ബന്ധം വിച്ഛേദിച്ച് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള ഘടകം നേതാക്കളും കഴിഞ്ഞ കുറേ നാളുകളായി ദേവഗൌഡയുമായി ആശയവിനിമയമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇപ്പോഴത്തെ ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിന് മുന്നിൽ വലിയൊരു രാഷ്ട്രീയ പ്രസക്തിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രത്യങ്ങളോ ഒരു വലിയ ചലനമോ ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്നാൽ നിലവിൽ MLA-മാരല്ലാതെ നിൽക്കുന്ന താഴെത്തട്ടിലുള്ള നേതാക്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും മത്സരിക്കണമെങ്കിൽ ഒരു പുതിയ പാർട്ടിയും ഒക്കെ തന്നെ അവർക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ജനതാദൾ എസിൻ്റെ ഭാഗമായി അവർക്ക് മത്സരിക്കാൻ ഇനി കഴിയില്ല. അത് മറ്റ് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയാണ് പുതിയ പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് 24 പുറത്തുവിടുന്നത്. ജനതാദൾ എസ് പിളർന്നിരിക്കുന്ന ഔദ്യോഗികമായി തന്നെ പുതിയ പാർട്ടി രൂപീകരണം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നാണ് പുതിയ പാർട്ടിയുടെ പേര്. ഇതിൻ്റെ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് ഏതാനും നാൾ കഴിഞ്ഞാകും ചേരുക. ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ ആ പിളർപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നതാണ് പുതിയ പാർട്ടിയുടെ പേര്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.